വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. പത്തായം കൊണ്ട് നിറട്ടെ. അമ്പേ തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട്. ആപ്പിൾ, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ തുടങ്ങിയ പഴങ്ങൾ വേഗം പോയി അവയെല്ലാം പറിച്ചുകൊണ്ടുവരൂ. 1 കിലോ തക്കാളി വാങ്ങിച്ചു. തക്കാളി ഒരു പഴമല്ലേ? പിന്നെ രാത്രി പൂജയ്ക്ക് ഭൂതങ്ങൾക്ക് സാമ്പാർ തന്നെ ആയിക്കോട്ടെ. ആ സാമ്പാർ നിങ്ങൾ കൂടി, ഭൂതങ്ങൾക്ക് അത് വേണ്ട. ആകെ 1/2 ഇഞ്ചിന്റെ കുഴലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തരും തിന്നണത്. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം! എന്റെ സൗന്ദര്യം കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഈ നാട്ടുകാരൊന്നും സുന്ദരിമാരാരെയും കാണാത്തതുപോലെ. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണോ? ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല. ആയ കാലത്ത് എന്റെ മുഖസൗന്ദര്യം നീ കണ്ടിരുന്നോ? കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ 2 കവിളിലും ഓരോ നുണക്കുഴി വീതം വിടലുമായിരുന്നു. എന്താ ഇന്ദുചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ? പണിയെടുക്കാതെ തിന്നാൻ പറ്റണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അമ്മേ ഭഗവതി. ഞാനിങ്ങട് സാറ് പോവാണോ? സാറ് ഇവിടെ എന്റെ കൂടെ കൈകൊട്ടി കളിക്കാം. ഇവിടെ കിട്ടല്ലേ? ഇവിടെ